ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് നോൺ വെജ് ആയിട്ടുള്ള അച്ചാറൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അവളുടെ ഉമ്മ ഉണ്ടാക്കിയ അച്ചാർ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടി കട്ടിയുള്ളൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചെമ്മീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കായം പുരട്ടിയ ചെമ്മീനാണ്. അപ്പോൾ അധിക സമയം നമുക്ക് വെക്കൊന്നും വേണ്ട. നമ്മൾ കായം പുരട്ടി അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വറുത്തത് കോരിയിടുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇടുക. പക്ഷേ അച്ചാറിനുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാതെ ഡയറക്റ്റ് പ്ലേറ്റിലോട്ട് തന്നെ ഇടുക. നമുക്ക് അച്ചാറാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ വേണമല്ലോ അതിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ചെമ്മീൻ കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു 2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതിനെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പം മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി 1 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർക്കില്ല. എന്നാൽ ചെമ്മീൻ അച്ചാറിൽ തക്കാളി ചേർക്കും. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇത് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. ഞാനിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനിഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പുളി അനുസരിച്ച് വേണം വിനിഗറൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ചെമ്മീൻ അച്ചാറിൽ അധികം ഗ്രേവി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിനിഗർ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് ഉപ്പോ പുളിയോ എന്തെങ്കിലും പോരായ്ക തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്.
ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോൺ വെജ് ആയിട്ടുള്ള അച്ചാർ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുത്തൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.